രൂപാന്തരപ്പെടുത്തുന്നതും രൂപപ്പെടുത്തുന്നതുമായ അനുഗ്രഹീത ദിനങ്ങളാണല്ലോ. നോമ്പ് ചില നൊമ്പരങ്ങളെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. വന്നുപോയ വീഴ്ചകൾ, മാറേണ്ട ഇടങ്ങൾ, ശുദ്ധിയാകേണ്ട ജീവിത ഭാവങ്ങൾ. നോമ്പിലൂടെ പുതുക്കപ്പെടുവാനും ക്രൂശിലേക്കുള്ള യാത്രയിലൂടെ ക്രിസ്താനുഭവം ഉൾക്കൊള്ളുവാനും ഈ നാളുകൾ ഇടയാകട്ടെ. ഇന്നത്തെ ഒരുമിച്ചുള്ള ധ്യാനത്തിന് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം സെക്കര്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 9 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. കുറിവാക്യമായി 9-ാം വാക്യം: സിയോൻ പുത്രിയെ ഉച്ചത്തിൽ ഘോഷിച്ചാനന്ദിക്കുക, യെരൂശലേം പുത്രിയെ ആർപ്പിടുക. ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു. അവൻ നീതിമാനും ജയാശാലിയും താഴ്മയുള്ളവനുമായി കഴുതപ്പുറത്തും പെൺകഴുതിയുടെ കുട്ടിയായ ചെറുകഴുതപ്പുറത്തും കയറി വരുന്നു. മെശിഹായുടെ യെരൂശലേമിലേക്കുള്ള പ്രവേശനമാണ് ഈ വേദഭാഗത്തിൻ്റെ പ്രതിപാദ്യ വിഷയം. പ്രതീക്ഷയും സമാധാനവും നഷ്ടപ്പെട്ട ഒരു ജനത്തിന് ആശ്വാസമാകുവാൻ, സമാധാനമാകുവാൻ എഴുന്നള്ളുന്ന മശിഹായെ പ്രവാചകൻ ഓർമ്മിപ്പിക്കുന്നു. നിരാശയിലും സങ്കടങ്ങളിലും വലിയ പ്രത്യാശയുടെ അനുഭവമാണ് പ്രവാചകൻ പകരുന്നത്. പ്രവാചകൻ നീതിമാനും ജയാശാലിയും താഴ്മയുള്ളവനുമായ രാജാവ് നിങ്ങളുടെ അടുക്കിലേക്ക് വരും. അനീതിയും അക്രമങ്ങളും നിറഞ്ഞ സമയങ്ങളിൽ അന്ധകാരവും പാപവും ദൈവത്തെ മറന്നുള്ള ജീവിതത്തിലൂടെ അധികാരികളും ജനങ്ങളും കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ വലിയ മാറ്റങ്ങൾ ഉടലെടുക്കുവാൻ സാധ്യമായ രാജാവിൻ്റെ എഴുന്നള്ളത്ത് സാധ്യമാകുവാൻ പോകുന്നു എന്ന് പ്രവാചകൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഇങ്ങനെയുള്ള സാമൂഹിക പരിസരങ്ങളിൽ നിന്ന് മടങ്ങി വരുവാൻ പ്രവാചകൻ നമ്മെ ആഹ്വാനം ചെയ്യുന്നു. ഇന്നും സെക്കര്യാ പ്രവാചകന്റെ കാലഘട്ടത്തെ അനുസ്മരിക്കുന്ന ചുറ്റുപാടുകളാണ് ദർശിക്കുവാൻ സാധിക്കുന്നത്. ആത്മീക മേഖലയിൽ ഇന്ന് ശോഷണം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പൂർവികൾ അനുഭവിച്ചറിഞ്ഞ ദൈവാനുഭവത്തെയും പരിശുദ്ധാത്മാനുഭവത്തെയും മറന്നുകൊണ്ടിരിക്കുന്ന ജീവിത പരിസരങ്ങളിലൂടെ ക്രൈസ്തവ സമൂഹം ഇന്ന് യാത്ര ചെയ്യുകയാണ്. ഇവിടെയാണ് സെക്കര്യാ പ്രവാചകന്റെ പ്രവചനം അർത്ഥവത്താകുന്നത്. ഒരു മടങ്ങിവരവ് ഇന്നിൻ്റെ ആവശ്യമാണ്. ദൈവസന്നിധിയിലേക്ക്, ദൈവാനുഭവത്തിലേക്ക് നാം തിരികെ വരണം. ഓരോ നോമ്പ് കാലഘട്ടവും നമ്മെ വെല്ലുവിളിക്കുന്നത് ഈ മടങ്ങിവരവിനെയാണ്. ഇളയ മകന്റെ മടങ്ങിവരവിന് വഴിക്കണ്ണുമായി കാത്തിരിക്കുന്ന നല്ല പിതാവ് ഇന്നും നമ്മുടെ മടങ്ങിവരവിനായി കാത്തിരിക്കുന്നു. ദൈവത്തെ മറന്നുള്ള ജീവിതയാത്രകളിൽ നിന്നെ വീണ്ടെടുക്കുവാൻ ഒരു രക്ഷകനുണ്ടാകും എന്ന് സെക്കര്യാ പ്രവാചകൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അനുദപിക്കാം, മടങ്ങിവരാം. അതിന് ദൈവം തമ്പുരാൻ നമ്മെ ഇടയാക്കും.